ഇന്ന് നടന്ന കേരള പാഠാവലിയുടെ ചോദ്യോത്തരം നമുക്ക് നോക്കാം. ആദ്യത്തേത് വായിക്കാം എഴുതാം. പഴയ കാർഷിക വ്യവസ്ഥിതിയിൽ വെച്ചു വിളമ്പാനായി അടുക്കളയിൽ എത്തിയിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്ക്കറികളും മറ്റ് ഭക്ഷ്യവിഭവങ്ങളുമായിരുന്നു. കീടനാശിനികളും രാസവളങ്ങളും കൊണ്ട് മണ്ണ് നശിപ്പിക്കുന്നതിന് മുമ്പുള്ള പരമ്പരാഗത കൃഷിരീതിയിൽ രുചിയുള്ള ആരോഗ്യകരമായ വിഭവങ്ങളാണ് വിളയിച്ചിരുന്നത്. ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിനകത്താണ്. നമ്മുടെ നാടൻ വിഭവങ്ങൾ വെച്ചു വിളമ്പിയിരുന്ന അവസ്ഥയല്ല ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നവ വെച്ചു വിളമ്പുന്ന അടുക്കളയുടേത്. ദരിദ്ര കുടുംബങ്ങൾ ഇല്ലായ്മ കൊണ്ടെങ്കിലും താളും തകരിയും ചേമ്പും കാച്ചിലും ചക്കയും മാങ്ങയും തവിടുമൊക്കെ ധാരാളമായി ഭക്ഷണത്തിൽ ചേർത്തിരുന്നു. യഥാർത്ഥത്തിൽ അടുക്കള ശുദ്ധം എന്ന് വിളിക്കേണ്ടത് മായം കലർത്താത്ത വസ്തുക്കൾ കൊണ്ട് ശുദ്ധമായ ഭക്ഷണം വെച്ചു വിളമ്പാൻ സാധിക്കുന്ന അവസ്ഥയാണ്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്തുന്നത് പരമ്പരാഗത കൃഷിരീതിയിൽ നാടൻ വിഭവങ്ങളിൽ രുചിയുള്ള ഭക്ഷണ വിഭവങ്ങളിൽ കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമായി. എന്തായിരിക്കും മക്കളെ അതിന്റെ ആൻസർ? കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമായി. അടുത്തത്, അടുക്കള ശുദ്ധം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? മായം കലർത്തിയ ഭക്ഷണ വിഭവങ്ങളെ. പരമ്പരാഗത കൃഷിരീതിയെ മായം കലരാത്ത വസ്തുക്കൾ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കുന്നതിന്, രുചിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന്. ഏതായിരിക്കും മക്കളെ? മായം കലരാത്ത വസ്തുക്കൾ കൊണ്ട് ഭക്ഷണം തയ്യാറാക്കുന്നതിന്. അടുത്തത്, പണ്ടുകാലത്ത് അടുക്കളയിൽ എത്തിയിരുന്ന ഭക്ഷ്യവിഭവങ്ങളുടെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്ന്, പരമ്പരാഗത കൃഷിരീതിയിൽ വിളയിച്ച രുചിയുള്ള ആരോഗ്യകരമായ വിഭവങ്ങൾ. രണ്ടാമത്തെ, മായം ചേരാത്ത ധാന്യങ്ങളും ശുദ്ധമായ കായ്ക്കറികളും മറ്റു ഭക്ഷ്യവിഭവങ്ങളും. അപ്പോൾ ഇതിലേതായിരിക്കും മക്കളെ? ഡി അല്ലേ? 1ഉം 2ഉം ശരി. അടുത്തത്, ഗദ്യഭാഗത്തിലെ 4 പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവയുടെ ഗദ്യഭാഗത്തിലെ ക്രമം ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. ആദ്യത്തേത്, കീടനാശിനികളും രാസവളങ്ങളും നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചു. രണ്ടാമത്തെ, ഇന്നത്തെ അടുക്കളയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നവയാണ് പാചകം ചെയ്യുന്നത്. മൂന്നാമത്തെ, മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമാണ്. നാലാമത്തെ, പഴയ അടുക്കളയിൽ വിളമ്പിയിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും കായ്ക്കറികളുമായിരുന്നു. അപ്പോൾ ഇതിലേതായിരിക്കും മക്കളെ വരുക? ബി വരും. ആദ്യത്തേത്, പഴയ അടുക്കളയിൽ വിളമ്പിയിരുന്നത് മായം ചേരാത്ത ധാന്യങ്ങളും കായ്ക്കറികളുമായിരുന്നു. പിന്നെ കീടനാശിനികളും രാസവളങ്ങളും നമ്മുടെ നാടിനെ നശിപ്പിച്ചു. പിന്നെ മായം കലർത്തുന്നത് കച്ചവട സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇന്നത്തെ അടുക്കളയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നവയാണ് പാചകം ചെയ്യുന്നത്. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, കുറിപ്പ്. മുളങ്കൂമ്പും നേവേഞ്ചിയും തന്ന രുചിയെക്കുറിച്ച് കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാർ കഴിക്കുന്ന ഭക്ഷണ രീതിയെക്കുറിച്ചും സുകുമാരൻ ചാലികത തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ഭക്ഷണ രീതി അവരുടേതുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. കായല്യമോ നേവേഞ്ചിമോ തന്തിത ചവി എന്ന ഭാഗം സുകുമാർ ചാലികതയുടെ ബേത്തിമാരൻ എന്ന കൃതിയിലേതാണ്. ഭക്ഷണം തേടുന്ന രീതി ഇവിടെ വ്യത്യസ്തമാണ്. എല്ലാവരും ചേർന്നാണ് ഭക്ഷണ വിഭവങ്ങൾ ശേഖരിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പങ്കെടുക്കുന്നു. വിശേഷപ്പെട്ട രീതിയിലാണ് അവർ പാചകം ചെയ്യുന്നത്. പച്ചക്കറിയായാലും മറ്റു വിഭവങ്ങളായാലും അതിലെ വിഷാംശങ്ങൾ കളയാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കാട്ടിലാണ് താമസമെങ്കിലും വൃത്തിയുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട്. ഒന്നിച്ചു ഭക്ഷണം തേടി ഒന്നിച്ചു പാകപ്പെടുത്തി ഒന്നിച്ചു കഴിക്കുന്ന രീതി മറ്റൊരു സമൂഹത്തിനും അവകാശപ്പെടാനില്ലാത്തതാണ്. നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നവ വെച്ചു വിളമ്പുന്ന അടുക്കളയിലാണ്. നമ്മൾ മായം കലർത്തുന്ന വസ്തുക്കൾ കൊണ്ട് ഭക്ഷണം വെച്ചു വിളമ്പുന്നു. പച്ചക്കറിയായാലും മറ്റു വിഭവങ്ങളായാലും അതിലെ വിഷാംശങ്ങൾ കളയാതെ നാം ഉപയോഗിക്കുന്നു. അടുത്തത് ബി ചോദ്യമാണ്. കുപ്പായം വിയർപ്പിലോട്ട് നെറ്റിയുടെ രണ്ടറ്റങ്ങളിലും പളുങ്കുമണി പോലെ വിയർപ്പ് തുള്ളികൾ ഉരുണ്ടുകൂടി നിൽക്കുന്ന ബീച്ചായിച്ചേയ് താത്ത ഏത് സന്ദർഭത്തിലാണ് കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്? ചട്ടിപ്പത്തിരിക്കുള്ള പാൽ എത്താൻ വൈകിയപ്പോൾ, നെയ്യിലിട്ട് പൊരിച്ച കിസ്മസ് കരിഞ്ഞു പോയെന്ന് കരുതിയപ്പോൾ, ചെമ്പിലേക്ക് തോലും പണ്ടവും മുട്ട കലക്കിയതും ശ്രദ്ധയോടെ ചേർക്കുമ്പോൾ, കുട്ടികൾ ബഹളം വെച്ച് അടുക്കളയിൽ കയറിയിറങ്ങുമ്പോൾ. അപ്പോൾ ഇതിലേതായിരിക്കും മക്കളെ? ചെമ്പിലേക്ക് തോലും പണ്ടവും മുട്ട കലക്കിയതും ശ്രദ്ധയോടെ ചേർക്കുമ്പോൾ. അടുത്ത സി ചോദ്യമാണ്. താഴെ കൊടുത്തവയിൽ സുവാർത്ത എന്ന വാക്ക് ഏറ്റവും ഉചിതമായി പ്രയോഗിച്ചിരിക്കുന്നത് എവിടെ? ആദ്യത്തേത്, തൻ്റെ പ്രിയപ്പെട്ട വാർത്തനായി 2 ദിവസമായി കാണാനില്ലാത്ത സുവാർത്ത അവൻ കൂട്ടുകാരോട് പങ്കുവെച്ചു. കലോത്സവത്തിന് സ്കൂളിൽ 1ാം സ്ഥാനം കിട്ടിയ സുവാർത്ത ഞങ്ങൾ ആഘോഷിച്ചു. അപ്പോൾ ഇതിലേതായിരിക്കും മക്കളെ ശരി? എ തെറ്റ്, ബി ശരി അല്ലേ? കലോത്സവത്തിന് സ്കൂളിൽ 1ാം സ്ഥാനം കിട്ടിയ സുവാർത്ത ഞങ്ങൾ ആഘോഷിച്ചു, അതാണ് ശരി. അടുത്തത്, ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. ആദ്യത്തേത്, വാഗ്മയ ചിത്രം. പലഹാരങ്ങളുടെ താജ് പണിത ബീച്ചായിച്ചേയ് താത്തയെ പരിചയപ്പെടുത്തി കൂട്ടുകാർക്ക് കത്ത് എഴുതിയല്ലോ. ബീച്ചായിച്ചേയ് താത്തയുടെ വാഗ്മയ ചിത്രം തയ്യാറാക്കുക. അപ്പോൾ മക്കള് ബീച്ചായിച്ചേയ് താത്തയുടെ ചിത്രം വരച്ചിട്ട് ഇത് എഴുതുകൊണ്ട്. അടുത്തത്, വിവരണം. എത്ര ഭക്ഷണ വിഭവങ്ങളാണ് നമ്മളുടെ അടുക്കളയിൽ പാകം ചെയ്യാറുള്ളത്?
അല്പം പാചകമൊക്കെ നിങ്ങൾക്കും അറിയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം തയ്യാറാക്കുന്നതിൻ്റെ വിവരണം തയ്യാറാക്കുക. അത് മക്കൾക്ക് ഏതാണ് ഇഷ്ടം അത് എഴുതുക. അടുത്തത് ചുവടെ കൊടുത്ത 4A 4B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക. ആദ്യത്തേത് വിശകലന കുറിപ്പ്. മഴ പെയ്ത് തീർന്നിട്ടും വീശി നിൽക്കും കുളിർത്തന്നൽ പോലെയവൻ മാത്രമായി. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ വന്നെത്തിയ കുട്ടിയോട് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയത്? അങ്ങനെയൊരു കുട്ടി നിങ്ങളെ സമീപിച്ച് സഹായം ആവശ്യപ്പെട്ടാലോ? സന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്ക് നോക്കാം. ആരോരുമില്ലാത്ത കുട്ടി സഹായം ചോദിച്ചു വന്നാൽ ഞാൻ സഹായിക്കും. ഒരിക്കലും ഞാൻ അവനോട് തൊഴിൽ ചെയ്യാൻ പറയില്ല. എനിക്ക് പറ്റുമെങ്കിൽ അവന് വിദ്യാഭ്യാസം നൽകാൻ കഴിയും. എൻ്റെ അച്ഛനോടും അമ്മയോടും അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അവന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും, ഒരു സഹോദരനെ പോലെ. അടുത്തത് പ്രതികരണക്കുറിപ്പ്. വയലുകൾ നികത്തിയെങ്കും നഗരത്തിൽ വിഭവങ്ങൾ വിളയുന്ന മണിമേട ഉയർന്നു വാനിൽ. കോയിക്കട്ട. വയലുകൾ നികത്തി, പകരം മണിമേടകൾ ഉയരുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ടില്ലേ? നിങ്ങളുടെ പ്രതികരണം ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അടുത്തത് ആസ്വാദനക്കുറിപ്പ്. നക്ഷത്രത്തിളക്കം. മാമു ഉണ്ട് മതിയപ്പോൾ ദിയമോൾ കൈ ഒരൊറ്റ കുടച്ചിൽ. കയ്യിലും പാത്രത്തിലും ഉണ്ടായിരുന്ന മറ്റെല്ലാം ചിന്നിത്തെറിച്ചു. അമ്മയ്ക്ക് അത് കണ്ട് ദേഷ്യം വന്നു. എന്താ അമ്മയുടെ ദിയക്കുട്ടി ഈ കാട്ടിയത്? മാമു ഇങ്ങനെ തട്ടിപ്പറിക്കുകയോ? ഇവിടെയൊക്കെ വൃത്തികേടായില്ലേ? ദിയമോൾ പരാതി ശ്രദ്ധിച്ചതേ ഇല്ല. കറുത്ത സിമന്റിട്ട നിലത്ത് ചിന്നിച്ചിതറി കിടക്കുന്ന ചോറിന്റെ വറ്റുകളാണ് അവൾ നോക്കി നിന്നത്. അമ്മ നല്ല ഭംഗിയുണ്ടല്ലേ? കറുത്ത ആകാശത്തിലെ നക്ഷത്രം പോലെ അവൾ വിടർന്ന് ചിരിച്ചു. കണ്ണുകളിൽ നക്ഷത്രത്തിളക്കത്തോടെ എം ഗീതാഞ്ജലി. കഥ വായിച്ചു നോക്കിയല്ലോ, ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ ഇതിൻ്റെ ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മക്കൾക്കെല്ലാം അറിയുന്നതല്ല ആസ്വാദനം തയ്യാറാക്കാൻ. എം ഗീതാഞ്ജലിയുടെ നക്ഷത്രത്തിളക്കം എന്ന കഥയിലെ കുറച്ച് ഭാഗങ്ങളാണിത്. അമ്മയും മോളുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അങ്ങനെ മക്കൾക്ക് ഇത് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറ്റും. അടുത്തത് കഥാരചന. ഇനി ഇത് ആവർത്തിക്കരുത്. മാഷ് ദേഷ്യത്തോടെ നന്ദുവിനെ നോക്കി. എന്നും താമസിച്ചേ നീ വരൂ. അവനൊന്നും വേണ്ടിയില്ല, മുഖം കുനിച്ചു നിന്നു. കവളിലിരുണ്ട് മഴത്തുള്ളികൾ അവന്റെ പാദത്തിൽ വീണൊടിഞ്ഞു. എന്താണ് എന്ന് നന്ദു വൈകാൻ കാരണം? നന്ദുവിന്റെ കഥ തയ്യാറാക്കുക. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് നന്ദു. അവന് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ നടക്കാൻ വയ്യ, വീൽ ചെയറിലാണ്. അവൻ ദിവസവും രാവിലെ എഴുന്നേറ്റ് പണിയൊക്കെ ചെയ്ത് അമ്മയ്ക്കും ഭക്ഷണം കൊടുത്ത് അമ്മയെ കുളിപ്പിച്ചാണ് സ്കൂളിൽ പോകാറ്. പക്ഷെ എന്നും അവൻ താമസിച്ചേ സ്കൂളിലെത്തും. എപ്പോഴും മാഷിന്റെ കയ്യിൽ നിന്ന് അവന് വഴക്ക് കിട്ടും. പക്ഷെ അവൻ ഒന്നും പറയില്ല, കരയുക മാത്രം ചെയ്യും. ഒരു ദിവസം മാഷ് അവൻ എന്തിനാണ് ഇങ്ങനെ വൈകി സ്കൂളിൽ വരുന്നെന്ന് അറിയാനായി അവന്റെ വീട്ടിലേക്ക് പോയി. മാഷ് അവിടെ കണ്ട കാഴ്ച നന്ദു അവന്റെ അമ്മയുടെ മുടി കെട്ടുന്നതും അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായിരുന്നു. അത് കണ്ട് മാഷിന്റെ കണ്ണു നിറഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ അവനെ വഴക്ക് പറയില്ല എന്ന് മാഷ് തീരുമാനിച്ചു. അപ്പം ഇത്രയൊക്കെയാണ് മക്കളെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ മക്കൾക്ക് ഇന്നത്തെ പരീക്ഷയെല്ലാം നന്നായി എഴുതാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.